ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ചൂട് ചായക്കൊപ്പം നല്ല എരിവുള്ള ഈ ഒരു പലഹാരം അടിപൊളി രുചി തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. കറുത്ത എള്ളിന് പകരം കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുള്ള മാവാണ് നമുക്ക് ആവശ്യമുള്ളത്. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാനിവിടെ നല്ല ഡോ ആയിട്ട് നല്ല സ്മൂത്ത് ഡോ ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം ചെറിയൊരു ഉരുള എടുക്കാം. അതിനുശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലുള്ളൊരു സ്പൂണിൽ വെച്ചിട്ടാണ് ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു സ്പൂണ് മിക്കവാറും എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചെറിയൊരു ഉരുളയെടുക്കാം. എന്നിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം ഈ സ്പൂണിൽ വെച്ചിട്ട് കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. എല്ലാം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു കിലുക്കം കേൾക്കാം. ആ ഒരു കിലുക്കം കേൾക്കുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇതാ നല്ലൊരു സൗണ്ട് കേൾക്കുന്നില്ല. ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി ടൈമൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ ഞാനിതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾക്ക് കൂടുതൽ സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എന്നാലും കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. കർമുറ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടെയ്നറിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് കുറേ ദിവസത്തേക്ക് നമുക്ക് കേടാവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻസ് അറിയിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.